ഹലോ ഫ്രണ്ട്സ്, വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? ഈ ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. എല്ലാ ട്രിപ്പും എല്ലാ രീതിയിലും നമ്മളെ ഹാപ്പി ആക്കണമെന്നില്ലല്ലോ, പക്ഷേ ഈ ഒരു യാത്ര അത് വേറെ ലെവലിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? വാഗമണ്ണിൽ റൂം എടുത്ത് കിടന്നാലോ? ഒരു വൺ ഡേ ട്രിപ്പ്. കേട്ട പാതി കേൾക്കാത്ത പാതി. ബാഗെല്ലാം സെറ്റാക്കി ഞാനും മക്കളും റെഡിയായി. ആ നേരം കൊണ്ട് ആൾ റൂം വിളിച്ച് സെറ്റാക്കിയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പോകുമല്ലേ. കുട്ടിക്കാനം വഴിയാണ് എന്നും വാഗമണിലേക്കുള്ള യാത്ര. ഇത്തവണ പതിവൊന്ന് മാറ്റി. ഈരാറ്റുപേട്ട റൂട്ടാണ് ഞങ്ങൾ പോയത്. കുറേ നാളുകൂടി ആ വഴി പോയതിനാൽ ഭംഗിയേറെയായിരുന്നു. യാത്രകൾ എങ്ങനെയാണ് മടുക്കാറല്ലേ? എത്ര പോയ സ്ഥലമാണെങ്കിലും ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഈ ഒരു ലൈഫിൽ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇന്നത്തെ ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ട്രെസ് എടുത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയാൽ അതിന് ഈ യാത്ര കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ. വാഗമണ്ണിലെ റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഈ കാണുന്നത് ഏവേറ്റിയുടെ എസ്റ്റേറ്റും തോട്ടവും ഒക്കെയാണ്. വരുമ്പോൾ അവിടെ കുറച്ചു നേരം നിന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് യാത്ര തുടർന്നത്. നമ്മളിതാ റിസോർട്ടിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. റിസോർട്ട് എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ? എന്തിനാ പറയുന്നേ? ഇതാ നമ്മൾ കാണുമല്ലേ, JC ഹിൽസ്. പേര് കൊള്ളാവല്ലേ? അതുപോലെ തന്നെയാണെന്ന് കേട്ടോ റിസോർട്ടും. വാഗമണ്ണിൽ നിന്ന് ഉപ്പതറ വഴി ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളും തേയിലത്തോട്ടങ്ങളാലും ചുറ്റപ്പെട്ടതാണ് ഇവിടം. റിസോർട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എന്ത് രസമല്ലേ അവിടെയൊക്കെ കാണാനായിട്ട്. ഈ കാണുന്നതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. ചെന്നതേ ഫുഡ് അടിയാണോ എന്ന് ചോദിച്ചാലല്ല, ഇതിന് തൊട്ടടുത്താണ് അവരുടെ ഓഫീസ്. അവിടെ വിളിച്ച് പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ നമ്മളെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. ഓരോ കൈവഴികളിലും ഓരോ കോട്ടേജുകൾ. ആ വഴികളിലൂടെയെല്ലാം നടക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം, എവിടെയൊക്കെയോ എത്തിപ്പെട്ട പോലെ. ഇത്രയും നാളായിട്ട് ഇതൊക്കെ അറിയാതെ പോയല്ലോ എന്നാണ് ആ സമയം ഓർത്തത്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്ന ആദ്യത്തെ കോട്ടേജാണ് നമ്മുടേത്. ഞങ്ങളുടെ കുട്ടിക്കുറുമ്പന്മാർക്ക് ഒരുപാട് ഇഷ്ടമായി ആ സ്ഥലം. കയറി ചെല്ലുമ്പോഴേ മനോഹരമായി തന്നെ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ളത് കിച്ചണാണ്. അത്യാവശ്യം റൂം എടുക്കുമ്പോൾ കുക്ക് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇനി എന്തെങ്കിലും പോരാ എങ്കിൽ അവിടുത്തെ സ്റ്റാഫ് വളരെ സപ്പോർട്ടാണ്. അവരെ കൊണ്ടാവുന്ന എന്ത് ഹെൽപ്പും അവർ നമുക്ക് ചെയ്തു തരും. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എത്ര മനോഹരമായാണ് അവർ റെഡിയാക്കിയിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. AC ബെഡ്റൂമായിരുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അലമാരയും ഒരു ചെറിയ ടേബിളും എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു അവിടെ. ഇതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു ബാൽക്കണിയാണ്. ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. മലനിരകളും കുന്നുകളും തേയിലത്തോട്ടങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. ബാൽക്കണിയിൽ അവരൊരു ചെറിയ ഡൈനിങ് ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രീ വൈഫൈ സംവിധാനമുണ്ട്. ഇറങ്ങി നിൽക്കാൻ സ്പെഷ്യൽ ഗാർഡൻ ഏരിയയും. അങ്ങനെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടൊരു പള്ളിയാണ്. തേയിലത്തോട്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ വ്യൂ വളരെ ഭംഗിയുള്ളതാണ്. എന്ത് രസമല്ലേ? തേയിലത്തോട്ടങ്ങൾക്കിടയിൽ മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഒരു പള്ളി. വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന വിശ്വാസികൾ. ഈ ഒരു സ്ഥലം ഭംഗിയുള്ളതായി തോന്നി. കുറേ നേരം അവിടെ നിന്നു, ഒരുപാട് നേരം. ആ തേയിലത്തോട്ടങ്ങളും അവിടെയെല്ലാം തെളിയുന്ന ചെറിയ ചെറിയ വെളിച്ചങ്ങളും നോക്കി നിൽക്കാൻ ഒരു കൗതുകം. അങ്ങനെ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. അവിടെ ഗസ്റ്റുകൾക്ക് വേണ്ടി റിസോർട്ട് അവർ ഒരുക്കിയിരുന്നു. 3 മണിയോടെ നമ്മൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിരുന്നു. രാവിലത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി വൈകിട്ടത്തെ ഫുഡ്. ചെറിയ രീതിയിൽ കുക്കിങ്ങിലുള്ളതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ഈ അടുപ്പ് അതിനൊരു വലിയ സഹായിയാണ്. തണുപ്പത്ത് ബാൽക്കണിയിലിരുന്ന് ചൂടോടെ ഫുഡ് കഴിക്കുന്ന ഒരു സുഖം അത് അവരുടെ ടേബിൾ പോയി ആധികാരികമായി കഴിച്ചാൽ കിട്ടില്ല എന്ന് തോന്നി.
ഒരു ചിക്കൻ മസാല പുരട്ടിയത് ഐസ് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. നൂഡിൽസ്, ഓംലേറ്റ്, ചിക്കൻ ഫ്രൈ എന്നൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. അതിന് വേണ്ട ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു. ഒരുമിച്ചുള്ള കുക്കിംഗ്, മക്കളുടെ സന്തോഷം, നല്ല തണുപ്പത്ത് ഇഷ്ടപ്പെട്ട ആഹാരം, എല്ലാം അടിപൊളിയല്ലേ? ബാൽക്കണിയിൽ ഒരുമിച്ചുള്ള കുറേ നല്ല നിമിഷങ്ങൾ. ഞങ്ങളെക്കാളേറെ ഒരുപാട് ഹാപ്പിയായത് മക്കളായിരുന്നു. യാത്രകളിൽ അത്യാവശ്യം നമുക്ക് തട്ടിക്കൂട്ടാവുന്ന ഫുഡാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാമല്ലോ. ഈ ഐഡിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെയാണ്. ഫുഡെല്ലാം തയ്യാറാക്കി വളരെ ആസ്വദിച്ച് തന്നെ ഞങ്ങൾ കഴിച്ചു. ഇനി എന്താ പരിപാടി എന്നല്ലേ? വന്നപ്പോൾ തന്നെ സ്റ്റാഫ് പറഞ്ഞിരുന്നു നൈറ്റ് 9 o'clock ക്യാമ്പ് ഫയർ ഉണ്ടെന്ന്. ഈ ക്യാമ്പ് ഫയറും കാഴ്ചകളും എല്ലാം ഞങ്ങൾക്ക് പുതുമയുള്ളതായിരുന്നു. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഹാപ്പി ആയിട്ടുള്ളത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവരവരുടെ കൂടെ കൂടി. സോങ്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നതിനാലാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ തമിഴ്നാട്ടിലെ ഒരു IT കമ്പനിയിലെ സ്റ്റാഫ്സാണ്. അവരുടെ കമ്പനി ട്രിപ്പായിരുന്നു ഇത്. അവർ മാക്സിമം എൻജോയ് ചെയ്താണ് ഇവിടെ നിന്നിരുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവർക്ക് പുതുമയുള്ളതാണ്. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഓഫ് റോഡ് ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരിക്ക് രാവിലെ തന്നെ റെഡിയായിരുന്നു. ഇതാണ് നമ്മൾ പോകുന്ന ജീപ്പ്. ഇത് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവറായിരുന്നു. പ്രധാനമായും 5 വ്യൂ പോയിന്റുകളാണ് ഇവർ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ജീപ്പ് സഫാരിക്ക് 2000 രൂപയാണ് അവർ വാങ്ങുന്നത്. മണിക്കുട്ടൻ എന്നായിരുന്നു നമ്മുടെ ജീപ്പ് ഡ്രൈവറിൻ്റെ പേര്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നു. ആളുടെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആളെ നേരിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജീപ്പിലൂടെയുള്ള ഓഫ് റോഡ് യാത്ര അത് വളരെ കൗതുകമേറിയതായിരുന്നു. ഏതാണ് 5 വ്യൂ പോയിന്റുകൾ എന്നല്ലേ? കോട്ടമല വ്യൂ പോയിന്റ്, ഇടുക്കി ഡാം വ്യൂ പോയിന്റ്, വാട്ടർഫോൾസ്, കൈതപ്പതാൽ വ്യൂ പോയിന്റ്, പിന്നീട് ടണൽ. ഇത്രയുമാണ് അവർ നമ്മൾക്ക് പാക്കേജിൽ കാണിച്ചു നൽകുന്നത്. വാട്ടർഫോൾസും ടണലും വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും ഇന്നലെ നമ്മൾ കണ്ട കൂട്ടുകാർ തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. കുറച്ചു നേരം അവരെല്ലാമായി സംസാരിച്ചു നിന്നു. പിന്നീട് രാവിലത്തെ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയുമായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം സാവകാശം നമ്മൾ റൂമിലേക്ക് മടങ്ങി. 10 മണിക്കാണ് ചെക്ക് ഔട്ട്. റൂമിൽ വന്നതിന് ശേഷം എല്ലാം പാക്ക് ചെയ്തു. പകലുള്ള ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. എത്രയും വർണ്ണിച്ച് നിങ്ങളടുത്ത് പറയണമെന്നറിയില്ല, അത്രയും മനോഹരമായിരുന്നു. എപ്പോഴേലും യാത്രകൾ പോകണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കായി ഒരുക്കുന്നുണ്ട്. കോൺഫറൻസ് ഹാള്, 31ഓളം വരുന്ന കോട്ടേജുകൾ, അങ്ങനെ പെട്ടെന്ന് കുറേ ആളുകൾ വന്നാൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും അവർക്ക്. കിട്ടിയ കുറച്ച് സമയത്തേക്ക് ഒരുപാട് ഓർമ്മകൾ നൽകിയ നല്ലൊരു സ്ഥലമായിരുന്നു ഇത്. 10 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. തിരിച്ചു വരാൻ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വന്നല്ലേ പറ്റുള്ളൂ. തിരിച്ചുള്ള യാത്രയിൽ AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ കയറി. ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. AVTയുടെ തോട്ടമാണ് ഈ കാണുന്നത്. ഏക്കർ കണക്കിന് കിടക്കുകയാണങ്ങ്. ഇതിനോട് ചേർന്ന് AVTയുടെ തന്നെ ഒരു ടീ ഷോപ്പ് കൂടെയുണ്ട്. റോഡിലൂടെ പോകുമ്പോൾ അത്യാകർഷണത്തോടെ തന്നെയാണ് ഈ ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാൽ ഈ വഴി വരുന്ന സഞ്ചാരികളുടെ മെയിൻ പ്ലേസാണിത്. ഇവിടെ വന്നിട്ട് നല്ലൊരു ചൂട് ചായ കുടിക്കാൻ തോന്നുന്നില്ലേ?
ഈ കാണുന്നത് AVTയുടെ തന്നെയുള്ള ഒരു ടീ ഷോപ്പാണ്. അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി എല്ലാം തന്നെയാണ് ഇവർ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. പുറത്തെ കാഴ്ചകളെല്ലാം അത്ര മനോഹരമായി ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെ ചായ കുടിക്കാം നമുക്ക്. ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കില്ലാത്തതിനാൽ ബാൽക്കണി നമുക്ക് കിട്ടി. ഞങ്ങൾ ചൂട് ചായയും ഒരു വടയും ഫ്രഞ്ച് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തത്. അവിടെ നിന്നുള്ള ബാൽക്കണിയിലെ വ്യൂ അത്ര മനോഹരമായിരുന്നു. ചൂട് ചായയും കുടിച്ച് അവിടെ കണ്ടിരിക്കാൻ വളരെ ഭംഗിയായിരുന്നു. ബില്ല് പേ ചെയ്ത് അടുത്ത് പോയത് AVTയുടെ ഔട്ട്ലെറ്റിലേക്കാണ്. പലതരത്തിലുള്ള വെറൈറ്റി ടീ പൗഡറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് അവിടുത്തെ പ്രൈസ് ലിസ്റ്റാണ്. അവിടെയെല്ലാം കണ്ട് കുറച്ചു നേരം കൂടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഇത്രയുമായിരുന്നു ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.